യഥാർത്ഥമായ അറിവ്. ഈ ഭൂമിയിലുള്ള എല്ലാ അറിവുകളും നമ്മൾ സ്വന്തമാക്കിയാലും ഇപ്പോൾ മൻമോഹൻ സിംഗിനെ കുറിച്ച് പറയുന്നത് ഗണിതശാസ്ത്ര സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധനെന്നാണ്. മൻമോഹൻ സിംഗ് നമ്മുടെ മുൻ പ്രധാനമന്ത്രി. അതുപോലെ ഈ സാമ്പത്തിക ഗണിതശാസ്ത്രങ്ങളെല്ലാം കൃത്യമായി അരച്ചുകുലുക്കി കൃത്യമായി പഠിച്ചാലും അവനെ സൃഷ്ടിച്ച ദൈവത്തെ കുറിച്ചുള്ള ജ്ഞാനം അവനില്ലെങ്കിൽ അവനൊന്നുമല്ല. അതുപോലെ ഈ ശാസ്ത്രലോകം, ഈ പ്രപഞ്ചത്തിന്റെ ഗതി നിർണയങ്ങളെല്ലാം പഠിക്കുന്ന ശാസ്ത്രജ്ഞന്മാര് അത് ആ ശാസ്ത്രലോകത്തെ കുറിച്ചുള്ള എല്ലാ പഠനവും എല്ലാ അറിവും സ്വന്തമാക്കിയാലും അവനെ സൃഷ്ടിച്ച അവനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ, ആ അവനെ സൃഷ്ടിച്ച അവന്റെ ദൈവത്തെ അറിയുന്നില്ലെങ്കിൽ അവൻ പൂർണ്ണമായി അറിയുന്നില്ല ഒന്നും. അതുപോലെ ആരോഗ്യരംഗത്ത് ഒരു രോഗ നിർണയം നടത്തുന്ന വിദഗ്ധനായ ഒരു ഡോക്ടർ അവനെ സൃഷ്ടിച്ച ദൈവത്തെ കുറിച്ച് അറിവില്ലെങ്കിൽ അവൻ ആ മരുന്നിനെ സംബന്ധിച്ചിടത്തോളം ആ രോഗത്തെ സംബന്ധിച്ചുള്ള കൃത്യമായ നിർണയം നടത്താൻ അവന് കഴിഞ്ഞാലും അവനെ സൃഷ്ടിച്ച ദൈവത്തെ സംബന്ധിച്ചുള്ള അവന് അറിവില്ലെങ്കിൽ അതൊരു അപൂർണതയാണ്. കാരണം മനുഷ്യനെ ദൈവം തൻ്റെ ഛായയിലാണ് സൃഷ്ടിച്ചത്. അവൻ ദൈവത്തെ എത്രത്തോളം അറിയുന്നോ അതിനനുസരിച്ച് അവനിൽ ദൈവ സ്വഭാവം രൂപപ്പെടും. ദൈവം ആഗ്രഹിക്കുന്നത് മനുഷ്യൻ എത്രത്തോളം ദൈവത്തെ അറിയുന്നോ അതിനനുസരിച്ച് അവനിൽ ദൈവ സ്വഭാവം രൂപപ്പെടും. മനുഷ്യരെല്ലാവരും ഈ ദൈവോന്മകനാകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുക. പ്രിയമുള്ളവരെ, നമുക്കറിയാം മനുഷ്യരെല്ലാം ഇന്ന് ഏതെല്ലാം വിശ്വാസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. മനുഷ്യന്റെ ആരംഭത്തിലോ ഉൽപ്പത്തിയിലോ ദൈവത്തെ അറിയാതെ, ദൈവത്തെ മനസ്സിലാക്കാൻ കഴിയാതെ മനുഷ്യൻ ഇടിയെ ഭയപ്പെട്ടു. ഇടി വെട്ടുമ്പോൾ അവിടെ ഇടിയെ ആരാധിച്ചു. അതുപോലെ എല്ലാം ചുഴറ്റിയെറിയുന്ന ചുഴലിക്കാറ്റിൽ ഭയപ്പെട്ട് കാറ്റിനെ ദൈവമായി ആരാധിച്ചു മനുഷ്യൻ. കാരണം അവന് ദൈവമാരാണെന്നറിയില്ല. ദൈവത്തെക്കുറിച്ചുള്ള അവന്റെ കാഴ്ചപ്പാട് ഈ ഇടിയായും കാറ്റായിട്ടൊക്കെയാണ്. അതുപോലെ വലിയ ഉന്നത പർവ്വത, ഷില്ലോങ്ങിലെ ഉന്നതമായ പർവ്വതത്തെ മനുഷ്യൻ ആരാധിക്കുന്നു. എന്താ കാര്യം? അത് ഉയർന്നു നിൽക്കുന്ന, ആകാശം മുട്ട നിൽക്കുന്ന പർവ്വതം, പർവ്വതത്തെ ദൈവമായിട്ട് ആരാധിക്കുന്നു.